ഇത് കണ്ടോ, മുരിങ്ങയില. കുറച്ച് മുരിങ്ങയില കിട്ടിയിട്ടുണ്ടേ. ഞങ്ങളുടെ അയൽവക്കത്ത് നിന്ന് മുരിങ്ങ വരാൻ ഈ കാറ്റത്തെ മഴയത്ത് ഒടിഞ്ഞു വീണ് കേട്ടോ. ഇത് ധാരാളം കഴിക്കണം എന്നല്ലേ പറയാറ്, പക്ഷേ അത് ഊർന്നെടുക്കാനുള്ള പ്രയാസം കാരണം നമ്മളിത് മടിച്ച് ചെയ്യാതിരിക്കുന്നതാണ് അല്ലേ. ഇത് കിട്ടിയ സ്ഥിതിക്ക് എന്തായാലും ഇത് കളയാതെ തോരനാക്കി എടുക്കുകയാണേ. എണ്ണയിലേക്ക് കടുക് ജീരകം പൊട്ടിച്ച് അതിനകത്തേക്ക് തന്നെ വെളുത്തുള്ളിയും ചതച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി തേങ്ങയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് വൃത്തിയാക്കി വെച്ചേക്കുന്ന മുരിങ്ങയില ചേർത്ത് കൊടുക്കുക. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി ചേർത്ത് ഉപ്പൊക്കെ പാകമാണോ എന്ന് നോക്കി ചെറുതീയിൽ അടച്ച് വെച്ച് ഒന്ന് നന്നായിട്ട് ആവി കയറ്റിയെടുക്കുക. അപ്പോഴേക്കും നമ്മുടെ മുരിങ്ങയില തോരൻ തയ്യാറായി കഴിഞ്ഞേ. ഇന്ന് മോൾക്ക് ചോറ്റുപാത്രത്തിൽ മുരിങ്ങയില തോരനാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ അത് ഇന്നലത്തെ മീൻകറി വെട്ടിച്ചെടുത്താണ്. ഇത് കൊഴിയാള മീൻകറിയാണേ. അപ്പോൾ അതും വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതാ തയ്യാറാക്കിയെടുത്ത മുരിങ്ങയില തോരനും വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് അവൾക്ക് മുരിങ്ങയില ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ കിട്ടുമ്പോഴല്ലേ കഴിക്കാൻ പറ്റുള്ളൂ, അപ്പോൾ കഴിക്കട്ടെ. പിന്നെ ഒഴിച്ചു കറിയായിട്ട് പയറും കായും കൂടി കറി വെച്ചതാണ്. അപ്പോൾ അതും വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതാ ഉപ്പുമാങ്ങയും വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം ഇന്ന് ഇതാണ് ചോറ്റുപാത്രത്തിലെ കറികൾ.